I love Vision Pro. Yes, I really love. You know why? I will tell you. Every gesture, every glance, your new way to control everything. It's a new way to see, to feel, to connect. Where technology disappears and experience begins. This is the future, right in front of your eyes. This is Apple Vision Pro. So, what is actually Apple Vision Pro? Yes, ആപ്പിളിൻ്റെ ഏറ്റവും ഫൈനസ്റ്റും ഇന്നോവേറ്റീവുമായ ഒരു ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി ഈ ഒരു ചെറിയ ഒരു ഐസൈറ്റ് പീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് വിഷൻ പ്രോ. നിങ്ങൾ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് വേറെ ഒരു വെർച്വൽ റിയാലിറ്റി, ഒരു 360 ഇമേഴ്സീവായ ലോകത്തേക്ക് പോകാനുള്ള ഒരു താക്കോലാണ് ആപ്പിൾ വിഷൻ പ്രോ. യെസ്, ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ കിട്ടിയാൽ എന്തായാലും ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റെഡിയാക്കി തന്നത് നമ്മുടെ എറണാകുളത്തുള്ള പെൻഡാമേനയിലെ ഈ സ്റ്റോറാണ്. എൻ്റെ എല്ലാ ആപ്പിൾ പ്രൊഡക്റ്റുകളും ബാക്കി കാര്യങ്ങളും ഞാൻ ട്രസ്റ്റ്ഫുള്ളി എടുക്കുന്ന ഒരു കടയാണ് ഈ പറഞ്ഞ ഈ സ്റ്റോർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത നല്ല പ്രൈസിൽ, അതോടൊപ്പം ആപ്പിൾ പ്രൊഡക്ട്സ് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള, അതോടൊപ്പം നല്ല ക്വാളിറ്റിയുള്ള നല്ല ആപ്പിൾ പ്രൊഡക്ട്സും ഈ പറഞ്ഞ ഈ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. സോ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ തൊട്ട് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. നല്ല പ്രൈസിലും അതോടൊപ്പം ഏറ്റവും അടിപൊളിയായ ഡിവൈസുകളും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. വിഷൻ പ്രോയിൽ നമുക്ക് ഇമേഴ്സീവായ എക്സ്പീരിയൻസ് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വാട്ട് ഈസ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ്? ഒരു 360 വ്യൂ, നമ്മൾ ഇതേപോലെ കറങ്ങുന്ന ഒരു 360 വ്യൂ നമുക്കൊരു ജൂപ്പിറ്ററിൽ പോകാൻ പറ്റിയാലോ, മൂണിൽ പോകാൻ പറ്റിയല്ലോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലേക്കിൽ പോകാൻ പറ്റിയല്ലോ. ഇതെല്ലാം ഓൾറെഡി നമുക്ക് പ്രീസെറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ ഐഫോണിൽ ഫോട്ടോ ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷനിൽ പാനറോമ എന്ന ഓപ്ഷനില്ലേ, ആ ഒരു ഫോട്ടോ നമ്മൾ പല സ്ഥലത്തും ഇതേപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും അതിൻ്റെ ഡെപ്തും ഡീറ്റെയിലും പറഞ്ഞ ഒരു 360 വ്യൂ ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഫോണിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ വിഷൻ പ്രോ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീല്, ആ ഒരു ഡെപ്ത്, ആ ഒരു ആംഗിൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ എടുത്ത പനോരമയുടെ ആ ഒരു ഫുൾ ലൈഫ് നിങ്ങൾക്ക് കാണണമെങ്കിൽ വിഷൻ പ്രോ ഉപയോഗിച്ച് തന്നെ കാണണം മക്കളെ. എന്നാലാണ് ആ ഒരു ഫോട്ടോയുടെ ഫുൾ ഡീറ്റെയിലും റിച്ച്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതോടൊപ്പം ഈ പറഞ്ഞ ആപ്പിൾ വിഷൻ പ്രോന് മാത്രം സെലക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഇമേഴ്സീവ് ആയിട്ടുള്ള കുറേയധികം കോണ്ടന്റ്സ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ ടി വിയിൽ സബ്മർജ്, അങ്ങനെ കുറേയധികം സെലക്റ്റഡ് ആയ ഈ പറഞ്ഞ വിഷൻ പ്രോയിലെ 360 ഇമേഴ്സീവ് ടെക്നോളജി നമുക്ക് ഫുൾഫിൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ആപ്പിൾ ആ ഓരോ ഫൂട്ടേജും എക്സ്ക്ലൂസീവ്ലി ആപ്പിൾ വിഷൻ പ്രോ യൂസേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ആപ്പിൾ വിഷൻ പ്രോനെ ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസിന് മാറ്റി നിർത്തുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ദിവസം സ്ട്രെസ് ആവാറുണ്ട്. അപ്പോൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മുടെ ലൈഫിൽ വലിയ രീതിക്കാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ആ ഒരു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വിഷൻ പ്രോയിൽ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ഡിസ്ട്രാക്ഷനും നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം അതിന് പറ്റിയ ഒരു ടെക്നോളജി ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. Inhale creativity. Exhale possibility. Allow your breathing to follow a natural rhythm. Notice how the petals are now responding as you breathe in and out. സ്പേഷ്യൽ ഓഡിയോയും അതോടൊപ്പം 4K ഡിസ്പ്ലേയും ഈ ഒരു വിഷൻ പ്രോയിൻ്റെ മൈൻഡ്ഫുൾനെസ് ആപ്പും നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഏറ്റവും നല്ല സ്ട്രെസ് ബേസ്റ്റും റിലീഫും ആയിരിക്കും. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാംനെസ് ഉണ്ട്, ഒരു കാൽമയുണ്ട്. അത് ഡിഫറെൻ്റ് ആണ്. അതോടൊപ്പം മൾട്ടി ടാസ്കിങ് കിങ് ആണ് വിഷൻ പ്രോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരേ സമയത്ത്
അതായത് നിങ്ങളിരിക്കുന്ന ഈ ഒരു വേൾഡിൽ തന്നെ ഒരേ സമയത്ത് 10-15 ടാബ് വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. അടുത്തൊരു മെയിൻ ഫീച്ചറാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസും കൂടെ ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പല രീതിയിലുള്ള ഫങ്ഷണൽ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. ഒന്നാമത്തെ ഫേസ് ടൈം എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു ഡിവൈസ് കൊണ്ട് നിങ്ങൾക്ക് ഫേസ് ടൈം ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സോണ, അതായത് എൻ്റെ അവതാർ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് എല്ലാം ഈ പറയുന്ന ഡിവൈസ് കൊണ്ട് ഞാൻ സ്കാൻ ചെയ്ത് എൻ്റെ ഒരു അവതാറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് എനിക്ക് ഫേസ് ടൈം ചെയ്യുമ്പോൾ ഈ ഒരു ഡിവൈസ് ഞാൻ യൂസ് ചെയ്താൽ പോലും എനിക്ക് ഫേസ് ടൈം ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. ആൻഡ് അടുത്തൊരു കാര്യമാണ് മാക് വെർച്വൽ സ്ക്രീൻ എന്ന് പറയുന്നത്. വിഷൻ പ്രോൻ്റെ ഈ ഒരു ഓപ്ഷൻ മൈൻഡ് ബ്ലോവിങ് ആണ്. എനിക്ക് 14 ഇഞ്ചിൻ്റെ എൻ്റെ മാക്ബുക്ക് പ്രോ 60 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരെ ആക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാജിക് കീബോർഡും മാജിക് മൗസും കൂടെ ഉണ്ടെങ്കിൽ വർക്ക് ഫ്ലോ ലൈക്ക് മാജിക്. എനിക്ക് ഇപ്പോഴാണ് ആപ്പിളിൻ്റെ ആ ഒരു മാജിക് കീബോർഡ് മാജിക് മൗസ് എന്ന് പറഞ്ഞ പേരിൻ്റെ വരെ അർത്ഥം ശരിക്കും മനസ്സിലായത്. ഇറ്റ്സ് ആക്ച്വലി എ മാജിക്. ഞാൻ ഈ പറയുന്ന മാക്കിൻ്റെ സ്ക്രീൻ വെർച്വൽ മാക്ക് ആയിക്കണ്ട് എൻ്റെ കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റെ മാജിക് മൗസിൽ ഞാൻ കൺട്രോൾ ചെയ്തു, എല്ലാം എനിക്കതിൽ വരും. 60 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നോക്കണം, അതും എയറിൽ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പറോ ന്യൂസ് കട്ടിങ്സോ ന്യൂസോ റീസെൻ്റ് ആയിട്ടുള്ള വായിക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് എനിക്ക് ന്യൂസിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എനിക്ക് അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സും ഫയൽസും എല്ലാ വീഡിയോസും അപ്പുറത്തുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് എൻ്റെ ഫൈനൽ കട്ട് പ്രോയിലേക്ക് എനിക്ക് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യാം. ഈസ് ദാറ്റ് കൺസേണിങ്? യെസ്, കൺസേണിങ് തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങളുടെ വർക്ക് ഫ്ലോ തന്നെ ഈസി ആയിട്ട് മാറും. ആൻഡ് ഇവിടെ കുറേയധികം ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ് വിഷൻ പ്രോ ഇട്ടാൽ എങ്ങനെയായിരിക്കും ഐഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ഈച്ച് ടൈം നമ്മുടെ ഫേസ് കവർ ചെയ്തുകൊണ്ട് ഈച്ച് ടൈം പാസ്വേഡ് അടിക്കണോ? വേണ്ട. അവിടെയും ഈ പറഞ്ഞ ആപ്പിൾ എക്കോസിസ്റ്റം വലിയൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. വിഷൻ പ്രോ കണക്ട് ചെയ്തതിനാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ഐഫോണായിട്ട് സിങ്ക് ആവുകയും എവറി ടൈം നമ്മുടെ ഐഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ വിഷൻ പ്രോ ഓട്ടോമാറ്റിക്കലി അത് അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് ട്രാൻസ്ഫർ ചെയ്യും. അടുത്തത് കോപ്പി ആൻഡ് പേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഐഫോണിൽ കോപ്പി ചെയ്യുക, വിഷൻ പ്രോയിൽ പേസ്റ്റ് ചെയ്യുക. ആ ഒരു കോപ്പി ആൻഡ് പേസ്റ്റിംഗ് ഇപ്പോഴും ആപ്പിൾ വിഷൻ പ്രോയിലും കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് കോൾ അലേർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഐഫോണും ആപ്പിൾ വാച്ചൊക്കെ ആ ഒരു ടേബിളിലിരിക്കുകയാണ്, ഞാൻ ഇപ്പുറത്തിരുന്ന് വർക്ക് ചെയ്യാണ്, ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഇരുന്ന് വർക്ക് ചെയ്യാണ്. എൻ്റെ ഐഫോണിൽ കോൾ വന്നാൽ ആ ഒരു കോളിൻ്റെ പോപ്പ് എനിക്ക് വിഷൻ പ്രോയിലും ലഭിക്കും. സോ ആരാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഈസി ആയിട്ട് അറിയാനും അതോടൊപ്പം ഫേസ് ടൈം ആണെങ്കിൽ ഈ പറഞ്ഞ വിഷൻ പ്രോയിൽ ആക്സസ് ചെയ്യാനും എനിക്ക് പറ്റും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഒന്നാമത്തെ ഹൈ പ്രൈസ്. യെസ്, ഈ ഒരു വലിയ തുക തന്നെയാണ് ആപ്പിൾ വിഷൻ പ്രോനെ ആൾക്കാരിൽ നിന്ന് അകറ്റുന്നത്. കാരണം ഈ ഒരു ഓവർ പ്രൈസ് അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിങ്ക് ചെയ്യുന്നത് ഈ കാശുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇത്രയും കാശുണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് തിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ വിഷൻ പ്രോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ എപ്പോഴും മടിക്കാറുണ്ട്. അടുത്തത് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് എലോൺ ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു സിംഗിൾ പീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഒരു ബാറ്ററി കോഡും ഒരു ബാറ്ററിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എവിടെ പോയാലും നമ്മൾ ക്യാരി ചെയ്യണം. ആ ഒരു കാര്യം തന്നെ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് യൂസിന് ചില സമയത്ത് തടസ്സം വരാറുണ്ട്. ആ വയർ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ബാഗിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലേക്ക് കറക്റ്റായിട്ട് ഇടണം, നമ്മുടെ കയ്യിൽ വെക്കണമെങ്കിൽ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു പവർ കോഡും അതോടൊപ്പം ബാറ്ററിയും നമുക്ക് ചെറിയൊരു ലിമിറ്റേഷൻ ഈ പറഞ്ഞ ഫുൾ യൂസിന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതോടൊപ്പം ലിമിറ്റഡായ കോണ്ടന്റും ആപ്ലിക്കേഷൻസും മാത്രമാണ് ഇപ്പോൾ വിഷൻ പ്രോയിൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമേഴ്സീവ് ആയ സ്പെഷ്യൽ വീഡിയോസ് ആപ്പിൾ തന്നിട്ടുണ്ട്. ആ വീഡിയോസും ബാക്കി കാര്യവും അല്ലാതെ നമുക്ക് കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ വിഷൻ പ്രോയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെവലപ്പേഴ്സ് കുറേയധികം ആപ്ലിക്കേഷൻസ് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് വിഷൻ പ്രോയിൽ 600ഓളം എന്തോ ആപ്ലിക്കേഷൻസേ കിട്ടുള്ളൂ. പക്ഷേ ഇനി വരുന്ന വർഷങ്ങളിൽ കുറേയധികം ആപ്ലിക്കേഷൻസും മില്യൺസും ബില്യൺസ് ഓഫ് ആപ്ലിക്കേഷൻസ് വിഷൻ പ്രോയിൽ വന്നതാണ് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അടുത്തൊരു മേജർ ലിമിറ്റേഷൻ ആണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകളും കൈയുമാണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. വേറൊരു ഫിസിക്കൽ കൺട്രോളർ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കില്ല. ആപ്പിളിൻ്റെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് പോയിന്റും അത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ലിമിറ്റേഷനായിട്ട് പറയാൻ കാരണം എല്ലാവർക്കും ഇത് ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റില്ല.
കാരണം നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു മോമെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഐറിസിൽ നമ്മുടെ കൃഷ്ണമണി പോകുന്ന ആ ഓരോ മൂവ്മെൻറ്റും നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യണം. അതോടൊപ്പം കൈയിൻ്റെ പിഞ്ചിങ്ങും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ലേൺ ചെയ്താലാണ് ഓരോ കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേറെ കൺട്രോളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. പക്ഷേ ഓവർ യൂസ് അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു ഫറ്റീക്നെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കാണ്, എന്തിനാണ്, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ആ ഒരു പേര് ഡിഫൈൻ ചെയ്യുന്ന പോലെ എ പ്രൊഫഷണൽ യൂസിനാണ് ഈ ഒരു ഡിവൈസ് എപ്പോഴും ആപ്റ്റ് ആവുള്ളൂ. അല്ല കൊമേഴ്ഷ്യൽ യൂസിനോ അതോടൊപ്പം ഒരു ഫണ്ടിന് വേണ്ടി നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പ്രൊഫഷണൽ യൂസിന് മാത്രമാണ് ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ യൂസ് നമുക്ക് ഒരേയുള്ളൂ. ഒരു ഡെവലപ്പേഴ്സോ സർജൻസോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വലിയ രീതിക്ക് ഒരു ഇമ്പാക്റ്റ് വരും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഒരു ഡിവൈസ് കുറേയധികം കാര്യങ്ങളാണ് മാജിക് ഫുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ഡോക്ടേഴ്സിന് അവരുടെ സർജറീസ് ഡെമോ ചെയ്യാൻ പറ്റിയത് ഈ പറഞ്ഞ വിഷൻ പ്രോയിലാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോഷയൊക്കെ നമുക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും ഡിസ്മാൻഡിലും ഡീഅസംബ്ലിങ്ങും അസംബ്ലിങ്ങും എല്ലാം ഒരു വെർച്വൽ വേൾഡിൽ യൂസ് ആവുന്നുണ്ട്. സോ ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ പറഞ്ഞ വിഷൻ പ്രോ ഇപ്പോൾ പ്രൈമർലി യൂസ്ഫുൾ ആവുന്നത്. ഇനി ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വിഷൻ എയറോ അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിനും ആസ് എ ആപ്പിൾ യൂസർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷൻ പ്രോ ബഡ്ജറ്റ് ഫുള്ളി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യാം. സോ ഈ ഒരു വിഷൻ പ്രോൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ കിടിലൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ ആപ്പിൾ പ്രൊഡക്റ്റും ഈസി ആയിട്ടും നല്ല ബഡ്ജറ്റിലും വാങ്ങണമെങ്കിൽ നമ്മുടെ എറണാകുളത്തുള്ള ഈ സ്റ്റോറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക.